അപ്പൊ മമ്മൂട്ടി ഫാൻസ് തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷകളുമായിട്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിനിമ തന്നെയാണ് ബസൂക്ക. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും മമ്മൂട്ടി എന്നുള്ളൊരു ആക്ടറിന്റെ ഒരു ലാസ്റ്റ് ഒരു 15-20 മിനിറ്റ് നേരത്തെ പെർഫോമൻസ് ആണ്. അതാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ്. മമ്മൂട്ടി എന്നുള്ള ഒരു ആക്ടറിന്റെ ഫാൻസിന് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു സംഭവം ഈ സിനിമയ്ക്കകത്ത് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഒരു സിനിമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ആക്ടറോ അല്ലെങ്കിൽ ആ ഒരു ആക്ടറിന്റെ പെർഫോമൻസോ മാത്രമല്ല, അതിന്റെ കഥ, അതിന്റെ ട്രീറ്റ്മെന്റ്, ഈ രണ്ട് ഫാക്ടേഴ്സും ഒരു സിനിമയെ അപ്പീലിംഗ് ആക്കും. ആ ഒരു ഫാക്ടറിൽ നോക്കുമ്പോൾ ഒരു നീഷ് കാറ്റഗറിയിൽ പെടുന്ന ആളുകളെ മാത്രമേ ഈ സിനിമ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളത് ഒരു വിഷമത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. തന്റെ കരിയറിൽ ചെയ്തിട്ടുള്ള എണ്ണമറ്റ ക്യാരക്ടേഴ്സിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനം മമ്മൂക്ക ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് ഡെഫിനറ്റ്ലി. കാരണം ആ ഒരു സീക്വൻസിലേക്ക് വരുമ്പം യെസ് മോനെ ആ ഒരു ഫീല് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. പക്ഷേ ഫോർ മീ ദാറ്റ് വാസ് ലിറ്റിൽ ടു ലേറ്റ്. ഒരു സാധാരണ സിനിമ ആസ്വാദകൻ അത്രയും നേരം കാത്തിരിപ്പിക്കുന്ന ആ ഒരു സംഭവം എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ലെറ്റ് ഡൗൺ ആണ്.